സുഹൃത്തുക്കളെ നമസ്കാരം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് രാഷ്ട്രീയമൊന്നും അറിയാൻ വയ്യാത്തൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ വോട്ടും കാര്യങ്ങളൊക്കെ പറ്റി ഇലക്ഷനെ പറ്റിയൊക്കെ കേൾക്കുന്നത്. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു 8-9 വയസ്സ് ഉള്ളപ്പോഴാണ് ഈ കേരള കോൺഗ്രസ് രൂപീകൃതമാകുന്നതൊക്കെ. ഈ മന്നത്ത് പത്മനാഭനും ഒക്കെ കൂടിയാണ് ഈ കേരള കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. അപ്പം KM ജോർജ് അങ്ങനെയുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു കാരണക്കാരനെ അന്തരിച്ചു പോയ പി ടി ചാക്കോ അല്ല പി ടി ചാക്കോ. അപ്പോഴത്തെ അന്നൊക്കെ നമുക്ക് രാഷ്ട്രീയമൊന്നും അറിയത്തില്ല. കേരള കോൺഗ്രസ് ആയിരുന്നു ഞങ്ങളുടെ ഒക്കെ ചെറുപ്പക്കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ കേരള കോൺഗ്രസിനെ പറ്റിയാണ് സംസാരം. അവരെ ജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഒരു ധാരണ. അപ്പം തിരുവല്ല നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഇലഞ്ഞിക്കൽ ബേബി അല്ലെങ്കിൽ ഇ ജോൺ ജേക്കബ്. അദ്ദേഹം ഭക്ഷ്യമന്ത്രിയായിട്ട് ഇരുന്നപ്പം ഭക്ഷ്യമന്ത്രിയായിരിക്കുമ്പോൾ മരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുക. അന്ന് കുതിരയാണ് ഈ കേരള കോൺഗ്രസിൻ്റെ ചിഹ്നം. അപ്പോൾ അതൊക്കെ മാറി ഈ കുതിരയൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് പല ചിഹ്നങ്ങളൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും തിരുത്തും ഒക്കെ കൂടി ഇതിനകത്ത് ഏറ്റവും ശോഭിച്ച് നിന്ന വ്യക്തി KM ജോർജിനെയും ഒക്കെ വെട്ടി മാറ്റി ഈ ശോഭിച്ച് നിന്നത് മാണിസാറാണ്. മാണിസാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം കോൺഗ്രസ് നിന്നിരുന്നെങ്കിൽ ചിലപ്പം മുഖ്യമന്ത്രിയാകേണ്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ പുള്ളിക്കാരനെ സമയോചിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പല ഇതൊക്കെ നടത്തി പുള്ളി വർഷങ്ങളായിട്ട് അധികാരത്തിലൊക്കെ ഇരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയായില്ല. പക്ഷേ പുള്ളിക്കാരന് ശേഷം പുള്ളിക്കാരന് ഒരബദ്ധം പറ്റിയത് പുള്ളിക്കാരൻ്റെ മകനെ ഈ അധ്വാനിക്കാതെ എളുപ്പം നേതാവാകുക എന്ന് പറഞ്ഞ പോലെ പുള്ളിക്കാരനെ കൊണ്ടുവന്ന് ഈ തല്ലിപ്പഴിപ്പിച്ച് നേതാവാക്കി. അപ്പോൾ കുറച്ച് ആളൊക്കെ നിൽക്കും. പക്ഷേ കൂടെ നിൽക്കുന്നവരൊന്നും അത്രയ്ക്ക് എളുപ്പമൊന്നും സഹിക്കത്തില്ല. 25 വർഷമായിട്ട് MLA ആയിട്ടിരിക്കുന്ന റോഷി അഗസ്റ്റിൻ ഇപ്പം പുള്ളിക്കാരനെ തിരുത്താൻ വരെ പ്രാപ്തനായി. അപ്പോൾ ഈ ജോസ് കെ മാണി എന്ന് പറഞ്ഞത് ഈ കേരളത്തിന് ആവശ്യമുള്ളൊരു വ്യക്തിയല്ല എൻ്റെ അഭിപ്രായത്തിൽ. പുള്ളിക്കാരൻ എന്തോ നാട്ടുകാർക്ക് വേണ്ടിയോ അല്ല പാവങ്ങൾക്ക് വേണ്ടിയോ കർഷകർക്ക് വേണ്ടിയോ എന്തോ ചെയ്ത്. റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ 25 വർഷമായിട്ട് MLA ആണ്. തീർച്ചയായിട്ടും പുള്ളിക്കാരൻ പറയുന്ന വാക്കിനാണ് നമ്മൾ ചെവി കൊടുക്കേണ്ടത്. അപ്പം നീട്ടുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.